ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ വിന്താലു ആണ്. നമ്മുടെ ഒരു നാടൻ രീതിയിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിക്കൻ വിന്താലു ആണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് 500 ഗ്രാം. പിന്നെ എടുത്തിരിക്കുന്നത് 2 ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞിട്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഉള്ളിയുടെ പകുതി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് തക്കാളി, ഒരു മീഡിയം സൈസ്ഡ് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി മസാലകൾക്കായി എടുത്തിരിക്കുന്നത് ജീരകം 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കുരുമുളകും 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പട്ട ഒരു മീഡിയം സൈസ്ഡ്, ഗ്രാമ്പു 4, ഏലക്ക 3 എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് 5 എണ്ണം. പിന്നെ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടിയാണ് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഒരു 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നാരങ്ങ ഇല്ലാത്തവരാണെങ്കിൽ വിനാഗിരി ഉപയോഗിക്കാം. അതിപ്പോൾ ഓപ്ഷണലാണ്, ഏത് വേണേലും ഉപയോഗിക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ ചേർക്കാം. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. ഇനി ഇത് നല്ലപോലെ വറുത്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. മസാല നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഈ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതോടെ ചേർക്കാം. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിൻ്റെ ഒരു ടീസ്പൂൺ നമുക്കിടാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ കുറച്ച് പോർഷൻ ഉള്ളി ഇടാം. പിന്നെ മുളക് കൂടി ഇടാം. എന്നിട്ട് നല്ലപോലെ ബ്രൗൺ നിറമാവുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമുക്കിനി മാറ്റി വെച്ച ആ വറുത്ത ഉള്ളിയും പിന്നെ മസാലയും അതുപോലെ തന്നെ നാരങ്ങാനീരും മല്ലിപ്പൊടിയും കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് അരച്ചെടുക്കാം. മിക്സ് ഇപ്പോൾ നന്നായിട്ട് അടിച്ചിട്ട് വന്നിട്ടുണ്ട്. കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് മുമ്പ് എടുത്ത് ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൽ വേണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചാലും മതി. ഇതൊന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇടാം. പിന്നെ നമുക്കിതിലേക്ക് ഇടേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി വേണം, അതിടാം. ഇനി നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഉള്ളി ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് ഇതിലെ വെള്ളം വറ്റുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. എണ്ണ തെളിയുന്നവരെ നമുക്കിന്ന് വഴറ്റിയെടുക്കാം. നമുക്കൊരല്പം ഉപ്പൂടിട്ട് വഴറ്റാം. നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. വെള്ളമയമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളിയും കൂടെ നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റായി ഉടയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഉടച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ള് പെരുംജീരകപ്പൊടിയും കൂടെ ചേർക്കാം. ഇപ്പോൾ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പെരുംജീരകപ്പൊടി ചേർക്കാം. ഒരു നുള്ള് ചേർത്താൽ മതി. ഇനി നല്ലപോലെ ഇളക്കുക. നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. നമുക്കിതിനി നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിലെല്ലാം പുരട്ടി വെക്കാം. ഈ മിക്സ് ചിക്കനിലെല്ലാം നന്നായിട്ട് പുരട്ടണം. ചിക്കനിലെല്ലാം നല്ലപോലെ മസാല പുരണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് ഉപ്പിടുക. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇവിടെ ചിക്കൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റായി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ നാടൻ രീതിയിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയ നമ്മുടെ ചിക്കൻ വിന്താലു തയ്യാറായി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഇനി ഒരു പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.